നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കൊരട്ടിയിൽ തെരുവു നായ്ക്കളുടെ വിളയാട്ടം. 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ ചണ്ഡിക ഹോമം നടത്തി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അഡിഗയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. എക്സ് സർവീസസ്മെൻ കൂട്ടായ്മ അളകപ്പനഗർ പഞ്ചായത്ത് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ വിമുക്ത ഭട കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വില്ലേജ് ഓഫീസ് മാർച്ചിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ കൺവെൻഷൻ നടത്തി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഓപ്പൺ ചെസ് മത്സരം കോടാലിയിൽ സംഘടിപ്പിച്ചു. സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊരട്ടിയിൽ തെരുവു നായ്ക്കളുടെ വിളയാട്ടം. 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. കോനൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലായിരുന്നു സംഭവം. രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് ഫാം ഉടമ സംഭവം അറിയുന്നത്. 200ഓളം വരുന്ന കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. ഏകദേശം ഇന്നലെ രാത്രി 10 മണിയോടെ ഞങ്ങൾ തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫാം കൂട്ടി ഞങ്ങൾ വീട്ടിൽ പോയതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തീറ്റ ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 7-8 മണിയായപ്പോഴാണ് ഫാമിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ കോഴികളെല്ലാം ചത്ത് കിടന്നത്. പിന്നെ വല മൊത്തം കീറി പറിച്ചിട്ടൊക്കെയായിരുന്നു ഇതിൻ്റെ. മൊത്തം പട്ടികൾ എല്ലാ ദിവസവും ഇതിൽ കൂടെ പട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ വീട്ടുകാരെയും കോഴികൾ പിടിക്കുന്നതാണ്. നിറച്ചൊരു ഏകദേശം 6-7 പട്ടികളോളം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അകത്ത് കയറി എല്ലാത്തിനെയും കൊന്നിട്ട് പോയി. നമുക്കൊന്നും ചെയ്യാനില്ല. ആകെ കൂടിയുള്ളത് വരുമാനം ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഇപ്പോൾ ഡാഡിക്കായാലും മമ്മിക്കായാലും കിട്ടണ വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് ഇപ്പോൾ എന്തൊട്ട് ചെയ്യേണ്ടത് നമുക്കൊരു പിടുത്തമില്ല. ഈ പട്ടികളിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ. അല്ലാണ്ട് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇങ്ങനെ പട്ടികൾക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ അതിനെ വന്ധീകരിക്കുക, അല്ലെങ്കിൽ വന്ധീകരിച്ച് കാര്യമൊന്നുമില്ല. അതിനെ കൊന്നു കളയാൻ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് വളർത്താൻ പിറ്റേ ദിവസം കുറച്ച് പ്രായം 10-32 വയസ്സാകുമ്പോഴേക്കും ഇതിനെ കൊന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അധികാരികളുമായിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്കൊരു റിപ്ലൈ തരാം. ഏകദേശം എത്ര കോഴികളോളം? ഏകദേശം ഒരു 300 കോഴിയുടെ അടുത്താണ് ഇപ്പോൾ ചത്തേക്കിറങ്ങുന്നത്. ഏകദേശം 1300 കോഴിയോളം ഇറക്കിയിട്ടുണ്ടായിരുന്നു. 300 കോഴികളെ ഇപ്പോൾ ചത്തിട്ടുണ്ട് ഏകദേശം. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ നായ്ശല്യം കൊണ്ടുവരുമെന്നും കുമാരി ബാലൻ പറഞ്ഞു. വാർഡിൽ ഭയങ്കര പട്ടിശല്യം മൊത്തത്തിൽ. പഞ്ചായത്തിൽ എപ്പോഴും പറയുന്നത് ABC പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 2 ലക്ഷം രൂപ വെച്ച് വന്ധീകരണമെങ്കിലും നടത്തുമായിരുന്നു. ഇപ്പോൾ പട്ടീനെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ട്. പല സ്ഥലങ്ങളിലും കോനൂര് ജംഗ്ഷൻ, പെരുമ്പി അമ്പലം, അതുപോലെ JTC പോളിടെക്നിക്കിൻ്റെ അടുത്ത്, പള്ളിയുടെ ഫ്രണ്ടിൽ, പള്ളിയുടെ ഉള്ളിൽ ഒക്കെ പട്ടികളെ ഭയങ്കര ശല്യമാണ്. എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പട്ടികൾ രാത്രി ഒന്ന് കോഴിനെ കൊല്ലുന്ന ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ധനസഹായം, ഇവർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. സ്ഥലം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. പണിയെടുക്കാണ്ട് നമുക്ക് പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഞാൻ മൃഗ ഡോക്ടറെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. കൊരട്ടി കോനൂർ മേഖലയിൽ പലയിടങ്ങളിലും നായ്ക്കൾ തമ്പടിക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. നേരത്തെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ കൂവക്കാട്ട് കുന്നിലെ സ്വകാര്യ ഫാമിലെ 250ഓളം കോഴികളെ കുറുനരി കടിച്ചു കൊന്നിരുന്നു. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അഡിഗയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചണ്ഡിക ഹോമം നടത്തി. ശനിയാഴ്ച പുലർച്ചെ മുതൽ ചണ്ഡിക ഹോമവുമായി ബന്ധപ്പെട്ട അനുബന്ധ പൂജകൾ ആരംഭിച്ചിരുന്നു. വരുൺഭട്ട്, സുബ്രഹ്മണ്യ ശാസ്ത്രി എന്നീ ആചാര്യന്മാരാണ് അനുബന്ധ പൂജകൾ നയിച്ചത്. നവഗ്രഹ പൂജ, മാതൃപൂജ, കുമാരി പൂജ, സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു. നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എത്തിയത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ A നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. P ശരത്ചന്ദ്രൻ, PM വിക്രമൻ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായാണ് ഹോമം നടത്തിയത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സപ്താഹം 15-ന് സമാപിക്കും.
എക്സ് സർവീസസ്മെൻ കൂട്ടായ്മ അളഗപ്പനഗർ പഞ്ചായത്ത് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ വിമുക്ത ഭട കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് അളഗപ്പനഗർ പഞ്ചായത്ത് ഘടകം പ്രസിഡന്റ് ലൂയിസ് പാണ്ടാരി അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിമുക്ത ഭടന്മാരായ ശിവരാമൻ തണ്ടാശ്ശേരി, രാമകൃഷ്ണൻ, CJ വിൽസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റിട്ടയേർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അർജുന അവാർഡ് ജേതാവുമായ TV പോളി, ചാലക്കുടി DVSP TS സിനോജ്, ഡോക്ടർമാരായ ആൻ ജോസ്, വിപിൻ ചുങ്കത്ത്, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെവിൻ C ഷാജു എന്നിവരെ അനുമോദിച്ചു. മുഖ്യ രക്ഷാധികാരി കേണൽ ആന്റണി മഞ്ഞളി, കമാൻഡർ ആന്റണി തേറാട്ടിൽ, സെക്രട്ടറി ലോനപ്പൻ ചുങ്കത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ജോസി ജോണി, KSESL ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് കൂടലി, റിട്ടയേർഡ് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ മേജർ R ഷിജു ഷെരീഫ്, ആൻഡ്രു ചെറിയത്ത്, KSESL ഭാരവാഹികളായ ശിവദാസൻ, PS ഷാജൻ, ബാബു, ആന്റോ പെരിഞ്ചേരി, KP പോൾസൺ, AM മാധവൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ നാഷണൽ ഗെയിം ഏതാണെന്നറിയോ? ഇന്ത്യയുടെ നാഷണൽ ഗെയിം ഏതാണെന്നറിയോ? എനിബഡി? ഹോക്കിയാണ്, ഹോക്കി. അപ്പോൾ ഹോക്കി ടൂർണമെന്റ് നടക്കണം. ടൂർണമെന്റ് നടക്കുന്നത് ജർമ്മനിയിലെ അവിടുത്തെ ഹിറ്റ്ലർ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഈ ഹോക്കി കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1936 കഥ പറഞ്ഞ അപ്പോ ഫൈനൽ നടക്കുക ഇന്ത്യൻ ജർമ്മനി വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അസേവനം ചെയ്തവരാണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നാനാത്വത്തിൻ്റെ നാനാജാതി മതവിഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്നൊരു നാട്. ലോകത്തെവിടെയും അത്രയും വൈവിധ്യം നിറഞ്ഞ ഒരു നാടിനെ നാം ചേർത്ത് പിടിച്ചു ഒരുമിച്ച് കൊണ്ടുപോയി ഇന്ന് പലതിൻ്റെയും പേരെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ ആ ഭിന്നിപ്പിക്കലിലൂടെ നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു. നമുക്ക് അർഹമായ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യത സൃഷ്ടിക്കുന്നു എല്ലാം കണ്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ജനങ്ങളെ മുന്നോട്ട് വരുന്ന ഒരു കാലത്താണ് നാം മുന്നോട്ട് പോകുന്നത്. വിമുക്ത ഭടന്മാരെന്ന നിലയിൽ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വില്ലേജ് ഓഫീസ് മാർച്ചിന് മുന്നോടിയായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. ദേശീയ സെക്രട്ടറി PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CC മുകുന്ദൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി VS പ്രിൻസ്, രജനി കരുണാകരൻ, KS തങ്കപ്പൻ, ഇന്ദുലാൽ, രാജേഷ് കണിയാംപറമ്പിൽ, ജയൻ, വേലായുധൻ, സോമനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ ഉപാധിരഹിതമായി വിതരണം ചെയ്യുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി ജനുവരി 18-നാണ് സംസ്ഥാന വ്യാപകമായി BKMU സമരപരിപാടികൾ നടത്തുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ BKMU ജനുവരി 18-ന് സംഘടിപ്പിക്കുന്ന വില്ലേജ് ഓഫീസ് സമരത്തിന് മുന്നോടിയായി നെല്ലായിൽ സംഘാടക സമിതി യോഗം ചേർന്നു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. KS ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PC സാജു, CPI ലോക്കൽ സെക്രട്ടറി R ഉണ്ണികൃഷ്ണൻ, BKMU പഞ്ചായത്ത് സെക്രട്ടറി PT കിഷോർ, മണ്ഡലം കമ്മിറ്റി അംഗം CK ആനന്ദ്, MT ശിവരാമൻ, KK രവി എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാനായി R ഉണ്ണികൃഷ്ണനെയും കൺവീനറായി CK ആനന്ദിനെയും തെരഞ്ഞെടുത്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വില്ലേജ് ഓഫീസ് മാർച്ചിന് മുന്നോടിയായി വല്ലച്ചിറ പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം സംഘടിപ്പിച്ചു. BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. സുനിൽ കുമാർ കടവിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS തങ്കപ്പൻ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PC സാജു, ലോക്കൽ സെക്രട്ടറി VA വിജയൻ, AYF മണ്ഡലം സെക്രട്ടറി VN അനീഷ്, മധു വാര്യർ, PA ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാനായി ഭാസ്കരൻ കടവിലിനെയും കൺവീനറായി VA വിജയനെയും തെരഞ്ഞെടുത്തു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഓപ്പൺ ചെസ് മത്സരം കോടാലിയിൽ സംഘടിപ്പിച്ചു. സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ബെന്നി തൊണ്ടുങ്ങൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ശാലിനി ജോയ്, ഡോക്ടർ അജിത് S ഭരതൻ, EA ഓമന, സംഘാടക സമിതി ജനറൽ കൺവീനർ ഉമ്മുകുൽസു അസീസ്,
ട്രസ്റ്റ് പ്രസിഡന്റ് CR ഔസേപ്പുകുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, മറ്റത്തൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, ചെസ് ആർബിറ്റർ KU നൌഷാദ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ മെൽവിൻ മൈക്കിൾ, ട്രഷറർ സുരേഷ് P അരിക്കാട്ട്, VK കാസിം എന്നിവർ പ്രസംഗിച്ചു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തി. മുകുന്ദപുരം താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ ആമ്പലൂർ മേഖലാതല തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. ആമ്പലൂർ കുണ്ടുകാവ് ക്ഷേത്ര അഗ്രശാലയിലായിരുന്നു തിരുവാതിരക്കളി മത്സരം നടന്നത്. മത്സരത്തിൽ വിവിധ കരയോഗ വനിതാ സമാജങ്ങൾ പങ്കെടുത്തു. മേഖലാ കൺവീനർ K ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആമ്പലൂർ കരയോഗം സെക്രട്ടറി കലാസാഗർ അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം മേഖലാ കൺവീനർ രാജി അനീഷ്, വട്ടനാത്ര മേഖലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സമ്മാനദാനവും ഉണ്ടായി. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹതായുടെ തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദർശനം, തിരുശേഷിപ്പ് ആശീർവാദം, ആകാശവിസ്മയം എന്നിവ നടന്നു. വികാരി ഫാദർ റോയി വേളക്കൊമ്പിൽ, കൈക്കാരന്മാരായ പ്രിയൻ ചിറ്റാട്ടുകാരൻ, ജോസ് മംഗലൻ, ജനറൽ കൺവീനർ ജോജോ താഴത്ത്, പബ്ലിസിറ്റി കൺവീനർ ജെയ്സൺ കുറ്റിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. തിരുനാളിന് കൊടിയേറി. ബിഷപ്പ് മാർ ജോസഫ് പുത്തൻവീട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി സഹകാർമ്മികത്വം വഹിച്ചു. 13, 14 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. കോടാലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശുചീകരണത്തിന് ആവശ്യമായ സാമഗ്രികൾ കൈമാറി ഖത്തർ കോടാലി കൂട്ടായ്മ. ഖത്തർ കോടാലി കൂട്ടായ്മ പ്രതിനിധി ബാലൻ മണ്ണാമ്പറമ്പിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MB റോഷിക്ക് ശുചീകരണ സാമഗ്രികൾ കൈമാറി. ഇരുമ്പ് ചൂല്, പ്ലാസ്റ്റിക് ചൂലുകൾ, അടിച്ചുവാരി, ലൈസോൾ തുടയ്ക്കുന്ന കോലുകൾ, സോപ്പ് പൗഡർ, പുല്ലിന്റെ ചൂലുകൾ എന്നിവയാണ് ശുചീകരണ കിറ്റിൽ ഉണ്ടായിരുന്നത്. ഹെഡ് നഴ്സ് ബിൻസി, സ്റ്റാഫ് നഴ്സ് സിന്ധു സത്യൻ, PRO ഷെറിൻ എലിസബത്ത്, പാലിയേറ്റീവ് പ്രവർത്തകർ, ഖത്തർ കോടാലി കൂട്ടായ്മ പ്രതിനിധി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ഗ്രാമസഭ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, വാർഡ് അംഗം ഷാജു കാളിയങ്കര, ഹരിത കർമ്മസേന കോർഡിനേറ്റർ ഹർഷ ലോഹിതാക്ഷൻ, ഗ്രാമസഭാ കോർഡിനേറ്റർ വിദ്യ എന്നിവർ പ്രസംഗിച്ചു.
മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മുട്ടക്കോഴി വിതരണം നടത്തി. മുരിയാട് വെറ്റിനറി ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി മുട്ടക്കോഴി വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, മണി സജയൻ, നിജി വത്സൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിറ്റ്സൻ പിൻഹീറോ, VM ബിന്ദു, VM സീന, സോവ്ജിത്ത്, സുബ്രഹ്മണ്യൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. IT പ്രൊഫഷണൽ യോഗ്യത BTech, MCA, MSc ആൻഡ് ഡാറ്റാബേസിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് യോഗ്യത BCom ബിരുദം, സർക്കാർ അംഗീകൃത PGDCA, മലയാളം, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റിംഗ് പ്രാവീണ്യം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി 3 വർഷം പ്രവർത്തിച്ചവർക്ക് മുൻഗണന. പ്രതിമാസ വേതനം 24,040 രൂപ. 2 വർഷമാണ് നിയമന കാലാവധി. ബയോഡാറ്റ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രായോഗിക പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജനുവരി 12 വൈകിട്ട് 5-നകം ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ജില്ലാ പഞ്ചായത്ത് കാര്യാലയം, അയ്യന്തോൾ PO, തൃശൂർ 680003 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477236495. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. വരാക്കര കപ്പേള പണ്ടാരി ഷാജു അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലാൻറ്റിയാണ് ഭാര്യ. മക്കൾ ക്രിസ്റ്റ ഗ്രേസ്, എഡ്വിൻ പോൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊരട്ടിയിൽ തെരുവു നായ്ക്കളുടെ വിളയാട്ടം. 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ ചണ്ഡിക ഹോമം നടത്തി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അഡിഗയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. എക്സ് സർവീസസ് മെൻ കൂട്ടായ്മ അളകപ്പനഗർ പഞ്ചായത്ത് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ വിമുക്ത ഭട കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വില്ലേജ് ഓഫീസ് മാർച്ചിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ കൺവെൻഷൻ നടത്തി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഓപ്പൺ ചെസ് മത്സരം കോടാലിയിൽ സംഘടിപ്പിച്ചു. സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.